അമേഠിയും റായ്ബറേലിയും പോലെ വയനാടും ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമാക്കുന്നു എന്നതാണ് വിമർശനം. കോൺഗ്രസിന്റെ കമ്പനി എന്നാണ് ഇന്ന് BJPയുടെ വക്താവ് ഉന്നയിച്ചത്. വയനാടും ഗാന്ധി കുടുംബവും തമ്മിൽ എന്താണ് പരിശോധിക്കാം. 2004, 2009, 2014 വർഷങ്ങളിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി അമേഠിയെ പ്രതിനിധീകരിച്ചു. 2004 66.18% വോട്ടാണ് രാഹുൽ ഗാന്ധി നേടുന്നത്. 2009 ആകുമ്പോഴേക്കും UPA 2 കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാനുള്ള ആദ്യ സാധ്യത തെളിയുമ്പോൾ 71.78% രാഹുൽ ഗാന്ധിയുടെ വോട്ട് ശതമാനം ഉയർന്നു. 2014 പക്ഷേ അമേഠിയിൽ രാഹുൽ ഗാന്ധി നേടിയത് 46.71% വോട്ട്. എന്നാൽ 2019 ആകുമ്പോഴേക്കും BJPയുടെ സ്മൃതി ഇറാനിയോട് തോൽവി ഏറ്റുവാങ്ങിയതോടെയാണ് മണ്ഡലം കോൺഗ്രസിൽ നിന്ന് തെന്നിമാറുന്നതും മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് രാഹുൽ ഗാന്ധിയും തെന്നിമാറുന്നതും. ദക്ഷിണേന്ത്യയിൽ നിന്നും രാഹുൽ മത്സരിക്കണമെന്ന ആവശ്യമുയരുന്നു. കർണാടകയോ കേരളമോ തിരഞ്ഞെടുക്കണമെന്നായിരുന്നു ആവശ്യം. വയനാട് മത്സരിക്കണമെന്ന് കേരളത്തിലെ നേതാക്കൾ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് രാഹുൽ എത്തുമെന്ന് ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ പ്രഖ്യാപിക്കുന്നത്. ഇടതു പാർട്ടികൾക്ക് പക്ഷേ രാഹുൽ ഗാന്ധി എത്തുന്നതിൽ വലിയ നീരസമുണ്ടായിരുന്നു. എന്താണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നതിലൂടെ നൽകുന്ന രാഷ്ട്രീയ സന്ദേശം എന്നതാണ് കേരളത്തിൽ ഇടതുപക്ഷം തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരുന്നത്. ഇടതുപക്ഷത്തിന്റെ നീരസം ശരത് പവാർ രാഹുലിനെയും സോണിയാഗാന്ധിയും അറിയിച്ചു. ഇതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അന്ന് വീണ്ടും വൈകി. ഒടുവിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ സമ്മർദ്ദം മൂലം രാഹുൽ വയനാട്ടിൽ മത്സരിക്കാനെത്തി. കേരളമാകെ രാഹുൽ തരംഗം അലയടിച്ചു. ഒന്നൊഴികെ ബാക്കി എല്ലാ സീറ്റുകളും UDF സ്വന്തമാക്കി. 2019 4,31,770 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി ജയിച്ച് വയനാട് UDF തരംഗം കേരളം ഒന്നാകെ വ്യാപിപ്പിക്കുന്നു. 2024 അതായത് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തി. ഇന്ത്യ മുന്നണി പാർട്ടികളുടെ പോരാട്ടമാണ് പിന്നീട് കണ്ടത്. പക്ഷേ ഭൂരിപക്ഷം കുറഞ്ഞു. 3,64,422 വോട്ടുകൾക്കായിരുന്നു ജയം. എന്നാൽ റായ്ബറേലിയും ജയിച്ചതോടെ രാഹുൽ വയനാട്ടിനെ കൈവിട്ടിരിക്കുന്നു. റായ്ബറേലിയിൽ തുടരാനാണ് തീരുമാനം. വയനാട്ടിലെ ജനങ്ങളോട് നന്ദി പറഞ്ഞാണ് രാഹുൽ ആ തീരുമാനം അറിയിച്ചത്. രാഹുലിന് പകരക്കാരനായി പ്രിയങ്ക എത്തുന്നു. പ്രിയങ്കയുടെ കന്നി മത്സരം. പ്രിയങ്കയ്ക്കൊപ്പം വയനാട്ടിലെത്തുമെന്ന് രാഹുൽ ഗാന്ധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമായി മാറുകയാണ് അമേഠിക്കും റായ്ബറേലിക്കും ശേഷം വയനാട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്സം രാഹുലിന് പക്ഷേ ഇത്തവണ നിലനിർത്താനായില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കണക്ക് നോക്കിയാൽ 2019 ഭൂരിപക്ഷം 4,31,770 വോട്ടുകളാണ്. റെക്കോർഡ് ഭൂരിപക്ഷം മണ്ഡലമുണ്ടായതിനു ശേഷം. 2024 ഭൂരിപക്ഷം 3,64,222 വോട്ടുകൾ. അതായത് 67,548 വോട്ടുകൾ കുറഞ്ഞു ഇരിക്കുന്നു എന്നർത്ഥം. എന്തുകൊണ്ടാണ് റായ്ബറേലി രാഹുൽ തിരഞ്ഞെടുക്കുന്നത്? നോക്കൂ, രാഹുൽ ഗാന്ധിയുടെ ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമാണ് റായ്ബറേലി. ആ റായ്ബറേലിയിൽ ഫിറോസ് ഗാന്ധി മുതൽ ഇങ്ങോട്ട് തുടങ്ങുന്ന പാരമ്പര്യത്തിൽ ഗാന്ധി കുടുംബം അല്ലാതെ മത്സരിച്ച വേളകൾ അപൂർവം. ആ ഘട്ടങ്ങളിലും വിജയിച്ചു കയറി 3 വർഷങ്ങളിൽ ഒഴിച്ച്. അത് 1977, പിന്നീട് 1996, 98. ഈ 3 ഘട്ടങ്ങളിൽ ഒഴിച്ചാൽ കോൺഗ്രസിനെ കൈവിട്ടിട്ടില്ല റായ്ബറേലി. ലക്ഷ്യം ഹിന്ദി ഹൃദയഭൂമിയിലെ ആധിപത്യം. ഇത്തവണ 43 സീറ്റുകളുമായി ഇന്ത്യ മുന്നണി ഉത്തർപ്രദേശ് പിടിക്കുകയും 29 സീറ്റുകൾ BJPക്ക് നഷ്ടപ്പെടുത്തുകയും ചെയ്ത ഉത്തർപ്രദേശിൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും അഖിലേഷ് യാദവിന്റെ സാന്നിധ്യവും ഇരട്ടി ശക്തി നൽകും ഇന്ത്യ മുന്നണിക്ക്. UPയിൽ കോൺഗ്രസിന്റെ പുനരുജ്ജീവനം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2027 സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്നുള്ള മുന്നണി UPയിൽ അധികാരം പിടിക്കുമെന്നതാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ഒപ്പം വരാൻ പോകുന്ന 10 ഉപതെരഞ്ഞെടുപ്പുകളിലും ഇതിന്റെ പ്രതിഫലനമുണ്ടാകും. 2027 UP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ശക്തി കാട്ടുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കൂട്ടുകെട്ട്, ആ ഇരട്ട കൂട്ടുകെട്ട് ഇതിനകം തന്നെ ഉത്തർപ്രദേശിൽ തരംഗമായി കഴിഞ്ഞു. മാത്രവുമല്ല, റായ്ബറേലി സുരക്ഷിതമായ മണ്ഡലമാണ്. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റുള്ള, കോൺഗ്രസിലെ പൂർവികർ പ്രതിനിധീകരിച്ച മണ്ഡലം.